വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പയ്യന്നൂർക്കാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. എന്ന് വെച്ചാൽ ഇത്രയും ഇൻട്രോഡ്ക്ക് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആരും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം. നമ്മൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സർപ്രൈസ്. ഇത്രയും നെയിൽ പോളിഷ് നിങ്ങളെ ആരെങ്കിലും വീട്ടിലുണ്ടാവും. നമുക്കാകെ ഇത്രയേ ഉള്ളൂ. ഫാൻസി കടയിൽ പോയപ്പോഴും ചിലപ്പോൾ ഇത്ര ഒപ്പരം കാണാൻ ഡൗട്ടാണ്. നമുക്ക് ഒരേ കളറിൽ തന്നെ പല ഷെയ്ഡിലുള്ളത് നമ്മളെടുത്തുണ്ട്. ഇപ്പം ബ്ലാക്ക് തന്നെ ആണെങ്കിൽ 2-3 ടൈപ്പിലുള്ള ബ്ലാക്ക് ഉണ്ട്. റെഡ് ആണെങ്കിൽ 2-3 ടൈപ്പിലുള്ള റെഡ് ഉണ്ട്. അത് ഏതായാലും കുറച്ച് കുട്ടി പറയണ്ടേ. അപ്പം കണ്ടോ, ഇത്രയും നെയിൽ പോളിഷ് നമ്മളെടുത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്ത് വീഡിയോ ആണ് എടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നെയിൽ ആർട്ടാണ്. നെയിൽ ആർട്ട് ചെയ്തു തരുന്ന ആള് ഇതാ ഇവളാണ്. അപ്പൊ നെയിൽ ആർട്ട് ചെയ്തു തരുന്നത് ഇതാ ഈ സുന്ദരമായ കൈവിരലുകളിലാണ് നെയിൽ ആർട്ട് ചെയ്യുന്നത്. ചെയ്തു തരുന്ന ആളിതാ ഇവളാണ്. ടീച്ചർ കം പ്രൊഫസർ കം ആരാണ്? നീ ആരാ? പിന്നെ അസിസ്റ്റന്റ് വെച്ചു.
നോക്കൂ. ഇനി അടുത്ത് നമ്മൾ മാമിന്റെ കൈമയാന്നാക്കാൻ പോകുന്നത് ഗൈസ്. എങ്ങനെയുണ്ട്? ഇനി അടുത്ത് നമ്മൾ മാമിന്റെ കൈമയാന്നാക്കാൻ പോകുന്നത്. നമ്മള് മാമിയുടെ വെറൈറ്റിയാ. നല്ലത് പോലെ നല്ലതാ. കൊള്ളാമോ? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതെല്ലാവരും ഈ വീഡിയോ പോലെ നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. നമ്മൾ വെറുതെ ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷെ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല നീളമുള്ള നഖമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇന്നലെ അന്ന് നഖം കട്ട് ചെയ്തതുകൊണ്ട് നല്ല കുഴപ്പമില്ല. നഖം കട്ട് ചെയ്ത് ഇത്ര നീളുന്ന ഓക്കെ കിട്ടുന്നില്ലേ? പിന്നെ ഒരുപാട് നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ നല്ല രസം ചെയ്യും. നമ്മളെ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇത് തന്നെ വേണം നെയിൽ പോളിഷ് ആയിട്ടുള്ളത്. ഇത്രയും നെയിൽ പോളിഷ് ഇതന്നെ കുറച്ച് എടുക്കാനുണ്ട്. ഇത്ര ഫ്രിഡ്ജിലുണ്ട്. ഇത് കുറച്ചേ ഇല്ലൂ. ഇതന്നെ കുറവാണ് ഫ്രിഡ്ജിൽ കഴിഞ്ഞ് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കാണിച്ചാൽ പിന്നെ നിങ്ങൾക്കെല്ലാവരും ടിപ്പ് ചെയ്യാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരു പ്രശ്നമായിരിക്കും നെയിൽ പോളിഷ് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കുന്നു. നമുക്കെല്ലാം ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നെയിൽ പോളിഷ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ കയറ്റുക. നെയിൽ പോളിഷ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് പെട്ടെന്ന് കട്ട പിടിക്കില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, ഈ നെയിൽ പോളിഷുള്ള എനിക്ക് ഞാൻ 6-7 വർഷം മുന്നേ വാങ്ങി വെച്ച നെയിൽ പോളിഷ് ഇപ്പോൾ കട്ട പിടിക്കാണ്ട് തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നെയിൽ പോളിഷ് കട്ട പിടിക്കാണ്ടിരിക്കേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നെയിൽ പോളിഷ് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ, വീട്ടിലെല്ലായിടത്തും ഫ്രിഡ്ജ് ഉണ്ടാവുമല്ലോ, ആ ഫ്രിഡ്ജിൽ നെയിൽ പോളിഷ് കയറ്റി വെക്കുക. അപ്പോൾ നെയിൽ പോളിഷ് പെട്ടെന്ന് കട്ട പിടിക്കില്ല. കാരണം ഇതെല്ലാം പുതിയ നെയിൽ പോളിഷാണ്. പക്ഷേ ഇതെല്ലാം ഞാനൊരു നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കൂല, 4-5 വർഷം എന്തായാലും ആയി ഈ നെയിൽ പോളിഷിൽ ഞാൻ വാങ്ങിയിട്ട്. 5-1 അധികമായി. പക്ഷെ ഇപ്പോൾ കട്ട പിടിക്കാണ്ട് ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ട് ഇത് വരും. ഞാൻ കാണിച്ചുതരാം. വരും, തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല ഇത് കാണിച്ചുതരാം. നല്ല പണത്തിൽ കാണിച്ചല്ലേ, കണ്ടോ കട്ട പിടിക്കാണ്ട് ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. കട്ട പിടിക്കൂല. അപ്പോൾ നിങ്ങൾ നെയിൽ പോളിഷ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ നാല് ഇഷ്ടപ്പെട്ടവർ, നെയിലാർട്ട് ഇഷ്ടപ്പെട്ടവർ ഇതുപോലെ ട്രൈ ചെയ്യുക. നെയിലാർട്ട് ചെയ്ത് തരുന്ന അമ്മുവിന് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.